ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ആപ്പ് ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. സി എ പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. 2025 മെയ് 2 നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു പോർട്ടാണ്. 2025 പല എക്സാമുകളിലും ഈ പോർട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്കിനെ കുറിച്ച്, ഇങ്ങനെയെല്ലാം പല ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അതിനെക്കുറിച്ചുള്ള PYQs ആണ് സി എ പർവം പാർട്ട് 2 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. 2025 ചോദിച്ച വിഴിഞ്ഞം സീപോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു വിഴിഞ്ഞം സീപോർട്ടിൻ്റെ ഒരു മനോഹരമായ ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഇൻ്റർനാഷണൽ സീപോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് പറയുന്നത്. ഇതിൽ ആൻസർ ഏതാണ്? വിഴിഞ്ഞമാണ്. 117/2025 LGS ആയാ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരക്കുകൾ ഉണ്ടാവുമല്ലോ, അത് ആദ്യം ഒരു ഷിപ്പിൽ കയറ്റി അവിടുന്ന് വലിയ ഷിപ്പിലേക്ക് മാറ്റാം. അതിനെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? അത് വിഴിഞ്ഞം തുറമുഖമാണ് എന്ന് മനസ്സിലാക്കുക. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് ഈ ഒരു ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് പറയുന്നത്. അടുത്തത് 11/2025 ജനറൽ മാനേജർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ കോഡാണ് INTRV 01 എന്ന് പറയുന്നത്. IN എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ എന്നാണ് അർത്ഥം. IN എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ എന്നാണ് അർത്ഥം. TRV എന്ന് പറഞ്ഞ തിരുവനന്തപുരം എന്നാണ്. 01 എന്ന് പറഞ്ഞ കോഡാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ കോഡാണ് INTRV 01 എന്ന് പറയുന്നത്. ജനറൽ മാനേജർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ശരിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ ഡേറ്റിൽ തെറ്റുണ്ട്. 2025 മെയ് 3 അല്ല, മെയ് 2 അല്ലേ? മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഈ തുറമുഖം, ഈ ഒരു പോർട്ട് എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പാണ് ഷെൻഹുവ 15 എന്ന് പറയുന്നത്. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. തെറ്റായ പ്രസ്താവനയാണ് 161/2025 പിയോൺ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ ഡേറ്റ് തെറ്റാണ്. അതുപോലെ തന്നെ ഈ മദർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റും തെറ്റാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 1ഉം 3ഉം തെറ്റാണ് എന്ന് പറയുന്ന 1ഉം 3ഉം തെറ്റാണ് എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മറ്റൊരു പ്രത്യേകതയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. അടുത്തൊരു പ്രത്യേകതയാണ്
ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തുറമുഖമാണ് ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന് പറയുന്നത്. സോ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം എന്ന് പറയുന്നത് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം എന്ന് പറയുന്നത്. പിയൂൺ പരീക്ഷയിൽ ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അടുത്തത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ ആണ്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതാണ്? ഒരു ന്യൂസ് പേപ്പർ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് MSC ക്ലൗഡ് ഗിറാർഡെറ്റ് എന്നാണ്. MSC ക്ലോഡ് ഗിറാർഡെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചരക്ക് കപ്പലാണ്. ഇത് ദക്ഷിണേഷ്യയിലെ ഇതുവരെ വന്നിട്ടുള്ളതിൽ, ദക്ഷിണേഷ്യയിൽ സൗത്ത് ഏഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ്. അതിൻ്റെ പേരെന്താണ്? MSC ക്ലോഡ് ഗിറാർഡെറ്റ് എന്നാണ്. 117/2025 LGS ആയ പരീക്ഷയിൽ ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെ കുറിച്ച് ചോദിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? സീയിങ് ടീച്ചർ UPS 86/2025 സീയിങ് ടീച്ചറിന്റെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഓൾറെഡി നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇനി അടുത്തത് കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവുമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്കും പേര് കേട്ട തുറമുഖം ഏതാണ്? അതും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പോലീസ് ഡ്രൈവർ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയുന്നുണ്ടാവും, പ്രധാനപ്പെട്ട പല പരീക്ഷകളിലും എന്താണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നന്നായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യമായിട്ടും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. സോ കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവുമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേര് കേട്ട കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ. ഇനി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഒരു സംശയമില്ലാതെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അതും ശരിയാണ്. നമ്മൾ ഓൾറെഡി അല്ലേ, ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം അല്ലേ. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. അതായത് ഈ ഷിപ്പ് പോകുന്ന ഒരു ഇന്റർനാഷണൽ ചാനൽ ഉണ്ട്. ഈ ഷിപ്പുകൾക്കൊരു വഴി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എയർ റൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിപ്പോൾ വാഹനങ്ങൾ റോഡിലൂടെ ഓടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ ഷിപ്പിംഗ് പാതയുണ്ട്, എയർ റൂട്ട് ഉണ്ട്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിൻ്റെ ജോഗ്രഫിക്കലായ ലൊക്കേഷൻ കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലും സുനാമിയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം എവിടെയുണ്ട്? ബ്രേക്ക് വാട്ടർ, അതായത് വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള സൗകര്യം എവിടെയുണ്ട്? ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന സവിശേഷതയും ആർക്കുള്ളത്? വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ളത്. സോ ഇവിടെ എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടെ ശരി ഉത്തരം. വുമൺ CPO പരീക്ഷയിൽ 91/2025 വുമൺ CPO പരീക്ഷയിൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. സോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 4 പ്രത്യേകതകളാണ് ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാ പോയിന്റ്സും ഡേറ്റ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയെല്ലാം ഈ ചോദ്യത്തിൽ കാണുന്നുണ്ട്. പരമപ്രധാനമായുള്ള 4 സവിശേഷത പറയുന്നുണ്ട്. ഇനി ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ
ഈ ഒരു ചോദ്യം പഠിച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ഈ CA പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2025 അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. സോ 2026 ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. സോ ആ പരീക്ഷകൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. സോ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഔട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വീഡിയോകൾ അത് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ 10ാം ക്ലാസ്, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഏത് പരീക്ഷയായിക്കോട്ടെ, ഇനി ടീച്ചിങ് എക്സാംസ് ആയിക്കോട്ടെ, ഈ ഒരു എക്സാമിനെല്ലാം നമ്മൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അടുത്ത ഒരു CA പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.